നമസ്കാരം. വെൽക്കം ടു സജീസ് ലവട്ടെ. ഇവിടെ ഇടയ്ക്കിട്ട് കാർഷിക പ്രവൃത്തിയായിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ മുറ്റമൊക്കെ കാട് പിടിച്ചിട്ടുണ്ട്. കാരണം തുടർച്ചയായിട്ട് മഴയല്ലേ, ഒരു കാര്യം നമ്മൾ നടന്നിട്ടില്ല. ഒന്ന് ചെത്തി വൃത്തിയാക്കാനോ, പറമ്പൊക്കെ ശരിക്കും പുല്ല് നിറഞ്ഞു. അപ്പോൾ ഇതൊരു ഞാറ്റുവേല സീസൺ കൂടിയാണ്. ഈ ഞാറ്റുവേലയ്ക്ക് പ്രത്യേകം ഉണ്ട് അല്ലേ, ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയുന്നുണ്ടോയെന്നറിയില്ല. ഇന്നിപ്പോൾ ഒരു കാര്യം പറയാം, ഞാറ്റുവേല സീസണിലാണ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനോ മറ്റെന്ത് തന്നെ നട്ടാലും അത് കിളിർത്ത് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പണ്ട് കൃഷി ആരംഭിക്കുന്ന ഒരു 10-22 ദിവസം ഉണ്ടല്ലേ, ജൂലൈ 6 തീയതി 7 തീയതി വരെ നമുക്ക് ഞാറ്റുവേല സീസണാണ്. ആ സീസണിലാണ് നമുക്ക് കാർഷിക പ്രവൃത്തി ആരംഭിക്കാനുള്ള സമയം. പക്ഷേ നമ്മളവിടെ നിന്ന് സംബന്ധിച്ചിടത്തോളം കാർഷിക പ്രവൃത്തി അങ്ങനെ ഇല്ല. ഒരു ഒന്നാം പൂവ് വിള ചെയ്യുന്ന ആരംഭിക്കുന്ന ഞാറ്റടിയൊക്കെ തയ്യാറാക്കി ആരംഭിക്കുന്ന സീസണാണിത്. അപ്പോൾ അങ്ങനെ ഒരു സീസണിൽ മാത്രം കൃഷി ഒതുങ്ങി, അതായത് നെൽകൃഷി. പിന്നെ പറമ്പിലൊന്നും ഇപ്പോൾ ഈ തുടർച്ചയായിട്ട് മഴയ്ക്ക് കളയ്ക്കാനൊന്നും പറ്റില്ല. ഇന്നിപ്പോൾ കൃഷി വകുപ്പ് കുറച്ച് തൈക്കളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലും നടാനായിട്ട് നമ്മുടെ പറമ്പിൽ കളയ്ക്കാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോൾ ഈ മാറിയുന്ന മഴ ഇത് മാത്രമാണ് നമുക്കൊരു കളിക്കാനായിട്ട്. അപ്പോൾ ഞാനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീസണിൽ തന്നെ, ഈ സമയത്ത് തന്നെ നമുക്ക് നടാനും ചെത്തിയെടുപ്പ് വെക്കാനും ഒക്കെയുള്ളൊരു സീസണായിട്ട് എടുത്തിരിക്കുക. ഞാറ്റുവേല നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കാർഷിക പ്രവൃത്തിയിൽ നിന്ന് ആ ഡേറ്റിന് നോക്കിയിട്ടൊന്നുമല്ല അല്ലേ. പണ്ട് കാലത്ത് ഒരു മറ്റുള്ള സാങ്കേതിക വിദ്യയൊന്നും ഇല്ലാത്ത കാലത്ത് നടത്തിയിരുന്നൊരു കാര്യമാണ് നമ്മുടെ ഞാറ്റുവേല കലണ്ടർ. ഇന്നും വലിയ മാറ്റമൊന്നുമില്ല. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ വീട്ടുമുറ്റത്ത്. പണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേനൽക്കാലത്തോ അല്ലെങ്കിൽ ജൂൺ മാസത്തിലോ മെയ് മാസത്തിലൊക്കെ തിന്ന് കളഞ്ഞ കശുവണ്ടി ആയാലും ഞാവലായാലും അങ്ങനെ വലിയ വലിയ മരങ്ങളുടെ വിത്തുകൾ പാകി അതൊക്കെ മുളച്ചുണ്ടാവും. പാകമല്ല, നമ്മൾ വലിച്ചെറിഞ്ഞതൊക്കെ പാകി മുളച്ചുണ്ടാവും. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇന്നിപ്പോൾ കൊച്ചിൻ്റെ സ്കൂളിൽ നിന്ന് അവൻ പറഞ്ഞു വെച്ചിരിക്കുക സീഡ് ബോൾ ഉണ്ടാക്കാനായിട്ട് സീഡ് കൊണ്ട് കൊടുക്കാൻ. അവരെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സീഡ് ബോൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ തിന്ന ഞാവലിൻ്റെയും അല്ലെങ്കിൽ ചക്കയുടെയൊക്കെ വിത്ത് നമ്മൾ കൊടുത്തയച്ചു. അതുപോലെ കുടംപുളി, വലിയ മരങ്ങൾ. അപ്പോൾ പിള്ളേരുകളെ അല്ലെങ്കിൽ വരും തലമുറേനെ അങ്ങനെ നമ്മൾ പക്വതയാക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കൃഷി കാര്യങ്ങൾ പറയുന്നതോടൊപ്പം ഇന്നിപ്പോൾ ഒരു ഷൂട്ടിങ് മാത്രമല്ല, കുറച്ച് പണിയുണ്ട്. ഈ പറമ്പിൽ ഇതൊക്കെ നമുക്കിന്ന് വൃത്തിയാക്കാനുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വേനൽക്കാലത്തുണ്ടായിരുന്ന കുറച്ച് ഇതുകളൊക്കെ ഇന്ന് പാഷൻ ഫ്രൂട്ട്, ഞാവൽ, ഇവിടെ ഇതുണ്ട്, ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ചെത്തി വൃത്തിയാക്കണം. ഇത് പോമഗ്രാനൈറ്റ്, പച്ചമുളക്, തുളസി നമ്മളുടെ ആവശ്യം പോലെ ഉണ്ട്. തുളസി ഇട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ഇതേ ചുമക്ക് ഉപയോഗിക്കുന്ന ആടലോടകം, പാഷൻ ഫ്രൂട്ട് അവിടെ ഉണ്ട്, പച്ചമുളക്, ഇതെല്ലാം കാട് പിടിച്ചിരിക്കുക. ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു കർക്കിടക മാസം പോലെയായിരുന്നു, തുടർച്ചയായ മഴയല്ലേ. ഇനി നമ്മളിതൊന്നും വൃത്തിയാക്കണം. ഇത് കാണിക്കും കാർഷിക കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈക്കളാണ് കേട്ടോ. തൈക്കളുണ്ട്, വിത്തുണ്ട്. മുളക് തൈ കഴിഞ്ഞ പോലെ നമ്മൾ നട്ടട്ടെ. ഓരോരുത്തരും അവരവരുടെ വീട്ടാവശ്യത്തിനുള്ള അത് മാത്രം നട്ടാലും മതി, എന്നാലും നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. നല്ല പച്ചമുളകാണ് നമുക്ക് ഉണ്ടായി കിട്ടിയത്. ഒരു വർഷം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാനുള്ള പച്ചമുളകും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ മഴ മാറിയതിന് ശേഷം നമ്മളിത് എടുത്ത് വയ്ക്കും. ഇത് കേട്ടോ, ഇത് എടുത്ത് വയ്ക്കും. ഇത് വഴുതനങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, തക്കാളി ഉണ്ട്, ചീര വിത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ പാകിയുണ്ടെങ്കിൽ നമുക്ക് വേനൽക്കാലത്തേക്ക്, അതായത് അടുത്ത ഒരു മാസം നമുക്ക് ഓണത്തിന് കിട്ടാവുന്ന രീതിയിൽ നമുക്ക് പാകിയുണ്ടെങ്കിൽ ഇത് പറിച്ച് വയ്ക്കാം. വെള്ളമൊക്കെ പറമ്പിൽ നിന്നൊക്കെ മാറിയതിന് ശേഷം. ഇതാണ്ട, ഇത് സീതപ്പഴമാണ്. നമ്മളിത് വാങ്ങി വെച്ചതാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഈ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തൈക്ക് പറിച്ച് കൊണ്ട് വെച്ചിരുന്നതാണ്, മാറി. അപ്പോൾ അത് നമ്മൾ ഹൈ ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങി വയ്ക്കുക, ഈസി ആയിട്ട് കഴിയില്ല അല്ലേ. ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പഴം. ഇതുണ്ടായിട്ടുണ്ട്. ഇത് നമ്മളെ അനാറ് അല്ലെങ്കിൽ പോമഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ. ഇവിടെ ഞാവലും പിന്നെ പപ്പായ മരവും ഇതൊക്കെ ഇടതൂർന്ന, അപ്പോൾ നമുക്ക് തണൽ കിട്ടും ചെയ്യും. നെല്ലിമരമുണ്ട്. ഇതൊക്കെ നമുക്ക് ഇടതൂർന്നാണ് വീടിൻ്റെ അരിത്ത് നിർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് വേനൽക്കാലത്ത് നല്ല തണുപ്പ് കിട്ടാനും അല്പം ഫലവൃക്ഷമായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റിയതാണ്. നാരകൻ
ചെറുനാരങ്ങയാണ് കേട്ടോ. എന്താ നമ്മൾ കുറച്ച് ചെടികളൊക്കെ ഇവിടെ പറിച്ചു വെച്ചു. ഇവിടെയൊക്കെ കാട് പിടിച്ചതാ, എല്ലാം പറിച്ചു വെച്ചിട്ടുണ്ട്. ഈ കണ്ടോ, അപ്പോൾ നമ്മൾ ആദ്യം കാണാത്ത, എനിക്കറിയില്ല, നമ്മൾ ചെറുപ്പത്തിലൊന്നും കാണാത്ത പൂക്കളാണ്, നല്ല പൂക്കൾ. നമ്മൾ 4 മണി പൂവൊക്കെ ഉണ്ടായിരുന്നു. 4 മണി പൂവൊക്കെ പല നിറങ്ങളിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. വെള്ള, മഞ്ഞ, ചുവപ്പൊക്കെ. മറ്റേത് ഒരു കളറല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അബിന്ദു പറഞ്ഞിട്ടുള്ളൂ, ഒന്നും ഉണ്ടായിട്ടില്ല. 2 കൊല്ലമായിട്ടുള്ളൂ. വീടുകളിൽ പലകിലും തൈക്കളും ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ആരും ഇതൊന്നും എടുത്തു വയ്ക്കില്ല, കാരണം ഇത് ഉണ്ടായി വരണമെങ്കിൽ കുറേ സമയം എടുക്കും. ഇത് നമ്മുടെ എന്താ പറയുക, ലൂപിക്ക എന്ന് തന്നെ പറയും. പറിച്ചു വെച്ചത് അവിടെ ക്ലീനാക്കിയിട്ട് നിന്ന് പറിച്ചു വെച്ചതായിട്ടുള്ള ഈ തെങ്ങ് തൈ തന്നെ നമ്മൾ കണ്ടോ. അപ്പോൾ 3 കൊല്ലമായി, 2 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന പറഞ്ഞതാണ്. ഇതൊക്കെ പെട്ടെന്ന് കായ്ക്കുന്ന. അതുപോലെ തന്നെയാണ് ഈ സാധനത്തിന് ആയുസുള്ളൂ. ഹൈബ്രിഡ് വരുന്നതോടുകൂടി ആയുസ് കുറയും. ചെമ്പരത്തി തന്നെ നമ്മൾ പല തരത്തിലുള്ള ചെമ്പരത്തി നമ്മൾ, അതുപോലെ ചെത്തി, ഇതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊക്കെ നടാൻ പറ്റിയ സീസണാണെന്ന് ഞാൻ പറയുകയാണ്. ഇതെല്ലാം രസമുള്ള പൂക്കളല്ലേ ഇതെല്ലാം. കേട്ടോ, ഈ മാവിന് ഇങ്ങനെയുള്ളൊരു കേടുണ്ട്. വർഷക്കാലത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കേട്ടോ, കരിഞ്ഞു പോകുന്നൊരു പ്രശ്നം. ഇതും നമ്മൾ വാങ്ങി വെച്ച തൈ ഇന്ന് ഉണ്ടായതാണ്. ചിക്കു. ഈ വിളകളുടെ ഇടയിലുള്ള പുല്ലൊക്കെ പറിച്ച് അത് പറിക്കാന്നേ പറയില്ല. ഇതന്നെ ഇതിന് വളമായിട്ട് വരണം. വേനൽക്കാലത്ത് ഇതൊക്കെ എല്ലാം ഇതിന് സൂര്യപ്രകാശത്തിൽ നിന്ന് ഭയങ്കര സ്ട്രോങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു താങ്ങാവും. അത് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്കെടുത്ത് ഇതിന് തന്നെ വളമാവുന്ന രീതിയിൽ, കാരണം ഇതെല്ലാം നൈട്രജനെല്ലാം ഇതിൻ്റെ വേരുകളിലുണ്ട്. അപ്പോൾ ഇതന്നെ നമുക്ക് പരമാവധി ഒന്നിൽ കമ്പോസ്റ്റ് കുഴിയിലോ ഇങ്ങനെ ഭാഗങ്ങളിൽ ഇട്ടിട്ട് അത് ഉപയോഗിക്കാം. ഇനി പെട്ടെന്ന് പുല്ല് വരും, മഴ തുടരല്ലേ. കമ്പോസ്റ്റിന് കണ്ടോ, ഇതിന് അത്ര അധികം വെയിലിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ നന്നായിട്ട് ഉഷാറായി വരുന്നുണ്ട്. മിറാക്കിൾ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ അവിടെ. അത് ചെറുതായാലും കായ്ച്ചു, ഇപ്പോൾ വിത്തില്ല എന്നുള്ളത്. ഈ ലൂബിക്ക മരം നല്ലതാണ് കേട്ടോ. ലൂബിക്ക 2 സീസണിലുണ്ടായി, അത് തീർന്നു. ലൂബിക്ക മരം ഈ മഴക്കാലത്തും നമുക്ക് പച്ചക്കറികളൊക്കെ നോക്കാം. ഇപ്പം ഒരു ചെറിയ ഷെയ്ഡ് അല്ലെങ്കിൽ എന്താ റെയിൻ ഷെയ്ഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പച്ചക്കറി നോക്കാം. വേനൽക്കാലത്തുണ്ടായിരുന്ന നമ്മുടെ ഇവിടുന്ന് പടർത്തിയിട്ടിരിക്കുന്നതെല്ലാം നാശമായി. ഇവിടെ ഇപ്പോൾ ചെത്തി വൃത്തിയാക്കേണ്ട സമയമാണ് കേട്ടോ. മഴയില്ലാത്ത സമയത്ത് ഞാൻ ഇത് തന്നെ എല്ലാം കയറി ഇവിടെ ശരിയാക്കി. ഈ പ്ലാവ് ഇക്കൊല്ലം ഇവിടെ കായ്ച്ചു. വീട്ടിനമേളിയായിരുന്നു കേട്ടോ. 3 കൊല്ലം കൊണ്ട് തന്നെ കായ്ച്ചു. പക്ഷേ ഈ റംബൂട്ടാൻ നമ്മൾ വാങ്ങി വെച്ചതാണ്. റംബൂട്ടാൻ ഇതുവരെ കായ്ച്ചിട്ടില്ല. നമ്മൾ വാങ്ങി വയ്ക്കുമ്പോൾ വിശ്വസ്തരായ നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടുപോകും. കൊടുമ്പുളി കൊല്ലം കായ്ച്ചില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന കാരണം 2 വെട്ടി. ഇതിൻ്റെ കൊമ്പ് വെട്ടിയാൽ പിന്നെ അത് കായ്ക്കില്ല. വിശ്വസ്തര കയ്യിൽ നിന്ന് വാങ്ങി വെക്കണമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ കണ്ട ആഞ്ഞിലി പ്ലാവാണിത്. ഇതിൻ്റെ നിറയെ ഞാൻ വെട്ടി കളഞ്ഞു, കാരണം അതും കായ്ച്ചില്ല. മഴ ആയതുകൊണ്ട് ജാതിക്ക് ശരിക്കും പറക്കാൻ പറ്റില്ല. ജാതി ശരി മഴയില്ലാത്ത സീസണിൽ ഇത് നമ്മൾ പറക്കിയെടുത്തിട്ട് ഉണക്കേണ്ടി വരും. ഇത് പിങ്ക് ലേഡിയാണ് കേട്ടോ, പപ്പായ പിങ്ക് ലേഡി. നാടൻ ഇനത്തിൽ നല്ല പപ്പായ എപ്പോഴും വീട്ടിൽ വേണം. അത്ര നല്ല ഔഷധവും നല്ല ഗുണമുള്ളൊരു ഫ്രൂട്ട്സ് അല്ലേ. കുരുമുളക് ചെടികൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇപ്പം എല്ലാവരും ചെറിയ പടരാത്ത കുറ്റി കുരുമുളക് ഒഴിച്ച് കഴിക്കും. അത് ഞാൻ 2 അടിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇത് നല്ല ഇനം പ്ലാവാണ് കേട്ടോ. ഇത് വിയറ്റ്നാം തന്നെയാണെന്ന് തോന്നുന്നു. കുറേ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേനൽക്കാലത്ത് വെച്ച് വെള്ളമൊഴിച്ച് വളമിട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഈ കാലത്ത് ഓക്കെ ആയിട്ട് കിട്ടും. മുരിങ്ങയില എപ്പോഴും മുരിങ്ങയില ആഴ്ചയിലൊരിക്കലും ഇലവർഗ്ഗങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇതൊക്കെ വൃത്തികേടായിട്ടിരിക്കുക. നമുക്ക് ഇവിടെ എല്ലാം കളച്ച് വെയിൽ കാണുന്ന സമയത്ത് നീറ്റാക്കാം. ഈ പുല്ലൊക്കെ കൈ കൊണ്ട് പറിച്ച് കളയാൻ നല്ലത്. ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ പണിയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ മറ്റുള്ള ചെടികളൊക്കെ വളർന്നു വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കൈ കൊണ്ടൊന്നും പറിച്ച് കളയാൻ, എന്നിട്ട് കൈ കൊണ്ടൊന്ന് കളയ്ക്കുക. എല്ലാവരും പ്രാക്ടിക്കലല്ല, കാരണം നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇത് ചീര തൊട്ട് എല്ലാ സാധനങ്ങളും, പാഷൻ ഫ്രൂട്ട്, പച്ചമുളക്, ചെറിയ ചെറിയ ചെടികളുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ക്ലീൻ ചെയ്യുന്നത് ആദ്യം കൈ കൊണ്ട് പറിച്ച് നമുക്ക് ആവശ്യമുള്ള ചെടികളൊക്കെ നിർത്തും. പണ്ടൊക്കെ ഇവിടെ നമ്മൾ പറിക്കുമ്പോഴും ഒക്കെ ഈ കളിമണ്ണ് ഇങ്ങനെ പൊന്തിച്ച് കൊണ്ടുവന്ന വേരകളുടെ പുറ്റുകളുണ്ടായിരുന്നു.
കണ്ടോ ഒരൊറ്റ പുറ്റില്ല. നമ്മൾ ഇംഗ്ലീഷ് വളം ഒന്നും ഉപയോഗിക്കണില്ല, രാസവളം ഒന്നും ഉപയോഗിക്കണില്ല, എന്നിട്ട് പോലും എന്തേ അങ്ങനെ വിചാരിക്കുന്നു. കണ്ടോ കുറേ പുല്ലുകളുണ്ട്. ഇത് നമുക്ക് കോഴിക്ക് കൊടുക്കാം. നമ്മുടെ കോഴികൾ തിന്നോളൂ. ഫസ്റ്റായിട്ട് കോഴികളെ അയച്ചിട്ടുണ്ടെങ്കിൽ അവന്മാർ കംപ്ലീറ്റ് ഇത് തിന്നോളൂ. പുല്ല് നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തൊക്കെ തരംതിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. നമ്മുടെ ചാനൽ തുടർന്നും കാണാം. മറ്റുള്ള കൂടുതൽ വിഭവങ്ങളായിട്ട് നമ്മൾ വരും. താങ്ക് യു ടു എവരിബഡി. സജീസ് ഫ്ലവർ ടൈം.